പരിശുദ്ധവും പരിപാവനവുമായ ഒരു മുഹറം നമ്മിലേക്ക് സമാഗതമായിരിക്കാം. ഈ മുഹറമിൽ ഈ ഒരു ചെറിയ ദുആ നമ്മളൊരു 3 വട്ടം ചൊല്ലിയാൽ ഒരു വർഷം അള്ളാന്റെ കാവലാണ്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല, ഒരു പ്രയാസങ്ങൾ അള്ളാഹ് തരൂലെന്നാണ്. നമുക്ക് ഒരുപാട് ഇബാദത്തിന് ഉന്മേഷം കിട്ടുന്ന അത്ഭുതത്തിന്റെ ഒരു ദുആ നമ്മളൊന്ന് പഠിക്കാൻ പോകണം. അതോടൊപ്പം ഈ ഉമ്മത്തെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങളുടെ ഉമ്മത്തിന് വർഷങ്ങളെ കൊണ്ട് 10 അനുഗ്രഹങ്ങൾ അള്ളാഹ് കൊടുത്തു എന്നാണ് മഹാരഥന്മാർ. ആ 10 നേട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് തുടങ്ങിയുള്ള ഒരു ചെറിയ പഠനമാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ ചേർത്ത് പിടിക്കാനും ഇരു കൂട്ടർക്കും അള്ളാഹു വലിയ തൗഫീഖ് നസീബാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹബ്ബീങ്ങളെ റാഹത്തല്ലേ? അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഹൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായിട്ടാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഈ ചാനൽ ഉപകാരപ്പെടുന്നില്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. ഉപകാരപ്പെടുന്നു ഉസ്താദെ, റാഹത്താണെന്ന് ഉപകാരപ്പെടുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധവും പരിപാവനവുമായ ഒരു സുന്ദരമായ മുഹറം അള്ളാന്റെ നാമത്തോട് ചേർത്ത് പറഞ്ഞ, അള്ളാഹു ആദരിച്ച, മുത്തുനബി തങ്ങൾ ആദരിച്ച, മുൻഗാമികൾ ആദരിച്ച, മഹത്തുക്കൾ എല്ലാവരും ആദരിച്ച ഒരു പരിശുദ്ധമായ മുഹറമാണ് നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നത്. മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കാലത്തോട് ചേർത്ത് വായിക്കുമ്പോ, വർഷത്തിനോട് കണക്ക് കൂട്ടുമ്പോ ഈ ഉമ്മത്തിന് 10 അനുഗ്രഹങ്ങൾ അല്ലാഹ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. 10 നിഅമത്ത് അല്ലാഹ് കൊടുത്തു എന്നാണ്. ഒന്നാമത്തത് റജബ് എന്ന മാസമാണ്, രണ്ടാമത്തെ ശഅബാൻ എന്ന മാസമാണ്, മൂന്നാമത്തത് റമളാൻ എന്ന മാസമാണ്, നാലാമത്തെ ലൈലത്തുൽ ഖദർ ആണ്, അഞ്ചാമത്തെ ഈദുൽ ഫിത്ർ, ആറാമത്തെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ, ഏഴാമത്തതോ അറഫയാണ്, എട്ടാമത്തതോ ബലിപെരുന്നാൾ, ഒൻപതാമത്തത് ജുമഅയാണ്, 10ആമത്തത് മുഹറം 1 മുതൽ 10 വരെ. ഈ 10 ഡേറ്റുകൾ, ഈ 10 ദിവസങ്ങൾ, ഈ 10 കാലങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഖുർആൻ പറഞ്ഞെന്താ? വൽ ഫജ്രി വലയാലിൽ അശ്ർ. 10 ദിനരാത്രങ്ങളെ കൊണ്ട് തന്നെയാണ് സത്യം. ഈ 10 ദിനരാത്രങ്ങൾ ഏതൊക്കെയാണ്? മഹാരഥന്മാർ പറഞ്ഞ 3 അഭിപ്രായമുണ്ട്. ഒന്ന്, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 അല്ല, അതല്ല പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10, അതുമല്ല മുഹറമിന്റെ 1 മുതൽ 10 ദിനരാത്രങ്ങളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. അത്രയും മഹത്തമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന ഇബ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്, അതിൽ 4 എണ്ണം വലിയ മഹത്തമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അത്ര മഹത്തമാണ് ഈ മുഹറം. ഈ മുഹറം അത്ര മഹത്തരമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ മുഹറം നമ്മൾ ഒരുപാട് നല്ല നിയ്യത്തുകൾ മനസ്സിൽ വെക്കേണ്ട, പിണക്കങ്ങൾ മാറ്റേണ്ട, തൗബ ചെയ്ത് മടങ്ങേണ്ട, ഇബാദത്തുകൾ കൃത്യത പുലർത്തേണ്ട പരിശുദ്ധമായ മാസം. അള്ളാന്റെ റസൂൽ ആദരിച്ചു, അള്ളാന്റെ റസൂൽ ബഹുമാനിച്ചു. അതുകൊണ്ട് നമ്മളും ഈ മാസത്തെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് കരുതി ഏതെങ്കിലും നാട്ടിൽ എവിടെയെങ്കിലും ചില സംഘടനക്കാർ ശരീരത്തിൽ കത്തിവെച്ച് മുറിക്കുന്നത് പോലെയുള്ള ആരാധനാ കർമ്മങ്ങൾ ഇസ്ലാമിലില്ല. അത് ദീൻ പഠിപ്പിക്കുന്നില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ശക്തമായി നമ്മൾ എതിർക്കണം ആ വിഷയത്തിൽ. അതിൽ ഒരു പണ്ഡിതന്മാരെ യോജിക്കുന്നില്ല. അതൊന്നും ഇസ്ലാമിലുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉസ്താദെ, ഇങ്ങനെ മുഹറമാകുമ്പോ ശരീരത്തിൽ മുറിക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, ഇസ്ലാമിലില്ല, മുത്തനബി തങ്ങൾ അത് പഠിപ്പിച്ചിട്ടില്ല എന്നുണർത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവ പരിശുദ്ധമായ മുഹറം അള്ളാന്റെ പേരിനോട് ചേർത്താ പറഞ്ഞ ഷഹ്റുല്ലാ, ഹബീബുല്ലാ. അള്ളാഹ് പറയാറുണ്ട് ഹബീബുല്ലാ, ഖലീലുല്ലാ, റൂഹുല്ലാ, കലീമുല്ലാ. ഇതൊക്കെ അള്ളാഹിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ പറയില്ലേ, എന്റെ വാപ്പി, എന്റെ ഉമ്മ. നമ്മൾ പറയണത് എന്തുകൊണ്ടാണ്? നമുക്ക് അത്ര ഇഷ്ടമാണ് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് എല്ലാവർക്കും ഒരു പ്രവാചകനേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയണത് എന്റെ നബി, എന്റെ ഹബീബ് എന്ന് പറയാൻ കാര്യം എന്താ? കൽബിലേക്ക് ചേർത്ത് അത്രമാത്രം പിടിക്കുന്നത് കൊണ്ടാ. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞ ഷഹ്റുല്ലാ, എന്റെ മാസാടോ, നിങ്ങളുടെ നന്മ ചെയ്താൽ അക്സറു സവാബ്, ഞാൻ ആ പ്രതിഫലം തരുന്ന എണ്ണയില്ല, ഞാൻ അങ്ങ് തന്നേക്കും, ഞാൻ തരുന്ന നിങ്ങൾക്ക് അറിയാലോ, ഒട്ടും കുറയൂലാന്ന് അള്ളയായി പറയണേ. അപ്പൊ ഒന്നാമത് മുഹറത്തിന്റെ മഹത്വം ഷഹ്റുല്ലാ. രണ്ടാമത് മുഹറത്തിന്റെ മഹത്വം ഷഹ്റുൽ അംബിയ, അംബിയാക്കന്മാരുടെ മാസം എന്ന് പറഞ്ഞ വരും ദിവസങ്ങളിൽ മുഹറം 10 നമ്മിലേക്ക് സമാഗതമാവാൻ. മുഹറം 10 ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുടെ മഹാത്ഭുതം നടന്ന ദിവസമാണ് മുഹറം 10. ഒരുപാട് പ്രവാചകന്മാർക്ക് അത്ഭുതം നടന്നു. ലോകത്തിന്റെ തന്നെ ഗതികൾ മാറി മറിഞ്ഞൊരു ദിവസമാണ് മുഹറം 10. വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, വിശാലമായി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒരുപാട് ചരിത്രങ്ങളുടെ പറയാനുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. പരിശുദ്ധമായ മുഹറം 10, 9, 10 നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ അതിനോടനുബന്ധിച്ച് ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പൊ രണ്ടാമത് മുഹറത്തിന്റെ മഹത്വം ഷഹ്റുൽ അംബിയ, അംബിയാക്കന്മാരുടെ മാസം. മൂന്നാമത് മഹാരഥന്മാർ പറയുന്നു മുഹറത്തിന്റെ പ്രത്യേകത 12 മാസങ്ങളിൽ ഒരു മാസം. 12 മാസങ്ങളിൽപ്പെട്ട 4 മാസത്തെ
അള്ളാഹ് പവിത്രമാക്കി. അതിലൊരു മാസമാണ് പരിശുദ്ധമായ മുഹറം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഖുർആൻ പറഞ്ഞു മിൻഹ അർബഅ ഹുറും, 4 മാസം അള്ളാഹ് പവിത്രമാക്കി, അതിലൊന്ന് പരിശുദ്ധമായ മുഹറമാണ്. പിന്നെയോ നാലാമത്തെ മഹത്വം ഹിജറയുടെ ആരംഭമാണ്. ഹിജറ കലണ്ടർ നമ്മൾ വല്ല ഓർക്കുന്നുണ്ടോ? നമ്മുടെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ നമ്മൾ പറയും, ഇപ്പൊ എന്നോട് ഒരാളെ ചോദിക്കുകയാണ്, ഉസ്താദെ നിങ്ങൾ ബർത്ത് ഡേറ്റ് എന്നാ? ഞാൻ പറയണത് എന്താ? 16/11/1992. ഹിജറയോ? ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ. നമ്മൾ അപ്പോഴേ ഗൂഗിളിൽ കയറി ഈ ഇംഗ്ലീഷ് മാസം ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് നോക്കിയിട്ട് നമ്മൾ പറയും. നമുക്കറിയില്ല. അറബ് മാസം നമ്മൾ ചേർത്ത് പിടിക്കും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിന്റെ തമ്പലൈനിൽ ഇന്ന് ദുൽഹിജ്ജ 25, ഇന്ന് ദുൽഹിജ്ജ 26, ഇന്ന് ദുൽഹിജ്ജ 27 എന്നൊക്കെ പറയണെന്തുകൊണ്ട് അറബിൻ നമുക്ക് കരുതണം. നമ്മൾ ലെറ്റർ അടിക്കുമ്പോൾ നമ്മൾ കടയിൽ ചോദിക്കും, അത് നോക്കിയങ്ങ് വെച്ചാൽ മതി കേട്ടോ. അവ കടയിൽ പ്രിന്റ് ടൈപ്പ് ചെയ്യുന്ന ആളെന്ത് ചെയ്യും? അത് ഏകദേശം കണക്ക് വെച്ച് അങ്ങ് അടിക്കും. ചിലപ്പോൾ അങ്ങടാവും, ചിലപ്പോൾ ഇങ്ങടാവും. നമുക്കൊരു ബോധ്യം ഉണ്ടാകണം അറബ് കലണ്ടർ എന്താണ്. ഹിജറ വർഷം 1446 വിട പറഞ്ഞ് 1447 നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഓർമ്മയുണ്ടായിരിക്കണം. അറബ് കലണ്ടറിന് അറബ് കലണ്ടർ നമ്മളുള്ളത് ആരാ നോക്കണം? ഇംഗ്ലീഷ് കലണ്ടർ ഹിന്ദുക്കൾ നോക്കും, മുസ്ലിങ്ങൾ നോക്കും, ക്രൈസ്തവ എല്ലാവരും നോക്കും. അറബ് കലണ്ടർ ആരാ നോക്കണേ? ഹിന്ദുക്കൾ നോക്കും. അവർക്ക് നോക്കേണ്ട കാര്യമില്ല. ക്രിസ്ത്യാനികൾ നോക്കൂല, ജൂതന്മാർ നോക്കും. ആരും നോക്കൂല. നമ്മൾ നോക്കണം. നമ്മൾ സംരക്ഷിക്കപ്പെടണം. നമ്മളത് നോക്കണം. അപ്പൊ ഇസ്ലാമിക കലണ്ടർ നമ്മൾ ചേർത്ത് പിടിക്കുന്നവരാണ്. ഹിജറ ആരംഭിച്ചത് ഇൻഷാ അല്ലാഹ് മുഹറം മാസത്തിലാണ്. ഹിജറയെ കുറിച്ച് വിശാലമായ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യും. അള്ളാഹു അതൊക്കെ ചെയ്യാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അതൊക്കെ പറയാൻ നിന്ന സമയം ഒരുപാട് നീണ്ടുപോകും. നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. കൂടുതൽ അറിവ് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ എത്ര പറഞ്ഞു? 4 എണ്ണം പറഞ്ഞു. അഞ്ചാമത്തത് പുണ്യം നിറഞ്ഞ മുഹറം 10, ഈ പരിശുദ്ധമായ ആശൂറയും താസൂഅയും വരുന്നത് ഈ മുഹറത്തിലാണ്. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. ഒരുപാട് ശ്രേഷ്ഠതകളും അമലുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതോടൊപ്പം ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചു, ഒരു ദുആ മുഹറം 1 മുതൽ 10 വരെ നിങ്ങളൊരു ദിവസം 3 വട്ടം എപ്പോഴും ചൊല്ലാം. ഉറങ്ങാൻ നേരം ചൊല്ലാം, ഉണരുമ്പോഴാകട്ടെ, നിസ്കാര ശേഷം, സുബൈക്ക് ശേഷം, മഗ്‌രിബിന് ശേഷം, അസ്റിന് ശേഷം, സുബൈക്ക് ശേഷം കുറേ ഓതാനുണ്ട്. ആയിക്കോട്ടെ, ളുഹർ കഴിഞ്ഞ് വലുതായിട്ടൊന്നും ഓതാനില്ല എങ്കിൽ ഓതിക്കോളി. ളുഹർ കഴിഞ്ഞ് വേഗത്തിൽ കയറി കിടക്കാൻ വേണ്ടി വേഗം എഴുന്നേറ്റ് വരും. ഒന്നും ഓതാൻ സമയമില്ല. അസ്ർ കഴിഞ്ഞിട്ട് സമയമുണ്ട്. അപ്പോൾ ഓതിയാൽ മതിയോ? മദീനെ 3 വട്ടം കാണാതെ പഠിക്കണ്ട. കാണാതെ നിങ്ങൾ പഠിക്കണ്ട. 3 വട്ടം നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു വലിയ കാവൽ തരുമെന്നാണ്. വലിയ കാവൽ അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളിലൂടെ മഹാരന്മാർ രേഖപ്പെടുത്തി വെച്ച അത്ഭുതത്തിന്റെ ദുആ ഏതാണെന്നറിയോ? അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വഅലാ ഫളികൽ അലീമി വജൂദിക വകറമികൽ മുഅവ്വൽ വഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബല അസ്അലുകൽ ഇസ്മത ഫീഹി മിനശ് ശൈത്വാനി വഔലിയാഇഹി വൽ ഔന അലാ ഹാദിഹിൻ നഫ്സിൽ അമ്മാറതി ബിസ്സൂഅ വൽ ഇസ്തിഗാല ബിമാ യുഖർരിബുനി ഇലൈക സുൽഫാ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വഅലാ ഫളികൽ അലീമി വജൂദിക വകറമികൽ മുഅവ്വൽ വഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ അസ്അലുകൽ ഇസ്മത ഫീഹി മിനശ് ശൈത്വാനി വഔലിയാഇഹി വൽ ഔന അലാ ഹാദിഹിൻ നഫ്സിൽ അമ്മാറതി ബിസ്സൂഅ വൽ ഇസ്തിഗാല ബിമാ യുഖർരിബുനി ഇലൈക സുൽഫാ. ഈ ദുആ, അല്ലാഹുവേ പടച്ചവനെ, ഒരു പുതിയ വർഷം കടന്നു വന്നു, പഴയത് കടന്നുപോയി, അല്ലാഹ് ഇനിയെങ്കിലും നന്നാകാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ് എന്നർത്ഥം വരുന്ന അർത്ഥവത്തായ ദുആ 3 വട്ടം ചൊല്ലിക്കോളിൻ. ഉറപ്പായും നിങ്ങൾക്ക് അല്ലാഹു വലിയ പ്രതിഫലം, പാപങ്ങളൊക്കെ കരിച്ചു കളയുന്ന, ഇബാദത്തിന് ഉന്മേഷം കിട്ടുന്ന, അല്ലാഹു സ്വീകരിക്കുന്ന, അല്ലാഹു ആദരിച്ച അടിമകളാകാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലൂടെ മഹാരഥന്മാർ. അതോടൊപ്പം തൗബ മുടക്കരുത്. പിണക്കങ്ങൾ നമ്മൾ മാറ്റണം. സലാം അധികരിപ്പിക്കണം. മുഹറമിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് സലാം അധികരിപ്പിക്കണം എന്ന് കരുതി ഉമ്മമാരെ റോഡിൽ കാണുന്ന എല്ലാവരോടും സലാം പറയണമെന്നല്ല, അന്യപുരുഷന്മാരോടല്ല. നിങ്ങൾ ആരുടെ ബന്ധുക്കാരെ ഫോൺ വിളിക്കും, അയൽവാസികളോട് സംസാരിക്കും, അപ്പോഴേക്ക് ഒരു സലാം പറയും. ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ ഇക്ക ഫോൺ എടുത്ത ഉടനെ അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് വരെ കേട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഭർത്താവ് വിളിക്കണം, ഫോൺ എടുത്ത് എടിയേ, അപ്പൊ ഉടനെ ഇവിടെ നിന്ന് അസ്സലാമു അലൈക്കും സുബ്ഹാനല്ലാഹ്, അയ്യോ നമ്പർ മാറിപ്പോയിട്ടോ എന്നോ കട്ടിയുമ്പോ പറയണം, അയ്യോ കട്ടിയല്ലേ, ഇത് ഉസ്താദിന്റെ പോയി പരിപാടി കണ്ട് പറയാതെ സലാം പറയണം ഉസ്താദ് പറഞ്ഞ. അതുകൊണ്ടാണ് സന്തോഷാവും. ആ ഭാര്യ ഭർത്താവ് സലാം പറഞ്ഞാൽ സ്നേഹം വർദ്ധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് സലാം പറയൽ നമ്മളൊരു മുഖമുദ്രയാക്കുക. അതുപോലെ അള്ളാഹിനെ നന്ദി ചെയ്യുന്നവരെ ഹംദ് അധികരിപ്പിക്കുക. തുമ്മിയാൽ മാത്രം എന്ത് പറഞ്ഞാൽ പോരാ, തിന്നിട്ട് വയറ് നിറഞ്ഞാൽ മാത്രം അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ പോരാ, എപ്പോഴും ഹംദ് പറയും. ദിക്റുകളിലായി, ഖുർആനിക പാരായണങ്ങളിലായി, തഹ്ലീലുകളിലും തസ്ബീഹുകളിലും ഇസ്തിഗ്ഫാറുകളിലുമായി അള്ളാഹു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ തൗഫീഖ്
നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവ് നമുക്ക് കണ്ടുമുട്ടാം. ഈ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയവുമായി ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ ദുആ വസിയത്തോടെ. അതോടൊപ്പം ബദറൻ തീരം എന്നൊരു യൂട്യൂബ് ചാനൽ നമുക്കുണ്ട്. ചരിത്ര പഠനമാണ്. അതിലൂടെ മഹാന്മാരാകുന്ന മഹാന്മാരോ സ്വഹാബത്തിന്റെ ഔലിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ ചരിത്രം ജനനം മുതൽ വഫാത്ത് വരെ പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അതിലൂടെ കയറുക. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.